സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്, മലബാറിൻ്റെ തലസ്ഥാന നഗരവും കേരളത്തിൽ രണ്ടാമത്തെ വലിയ നഗരവും ഇന്ത്യയിലെ പ്രധാന തുറമുഖ നഗരവും ഇന്ത്യയിലെ ആദ്യത്തെ വിശപ്പുരഹിത നഗരവും യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ജില്ലയും ഇതുതന്നെ. അറബികൾ കാലിക്കൂത്ത് എന്നും ചൈനക്കാർ കാലിഫോ എന്നും യൂറോപ്യന്മാർ കാലിക്കറ്റ് എന്നും വിളിച്ചിരുന്ന കോഴിക്കോട് ജില്ല, കേരളത്തിലെ ആദ്യ മാലിന്യമുക്ത ജില്ലയും ആദ്യ കോളാവിമുക്ത ജില്ലയും കൂടുതൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും കൂടുതൽ ഇരുമ്പയിര് നിക്ഷേപമുള്ള ജില്ലയും കോഴിക്കോടാണ്. കേരളത്തിൻ്റെ ഭക്ഷ്യ തലസ്ഥാനവും ഫാഷൻ തലസ്ഥാനവും കോഴിക്കോട് ജില്ല തന്നെ. ഏറ്റവും സമ്പന്നമായ ചരിത്രമാണ് കോഴിക്കോടിനുള്ളത്. സാമൂതിരിമാരുടെ വരവോടെ കോഴിക്കോട് ചരിത്രത്തിൽ ഇടം നേടി. കോഴിക്കോട് തുറമുഖത്തിൻ്റെ പുരോഗതിയാണ് സാമൂതിരിമാരുടെ പ്രശസ്തിക്കും കോഴിക്കോടിൻ്റെ വളർച്ചയ്ക്കും കാരണമായത്. കടൽ മാർഗം ഭാരതത്തിലെത്തിയ ആദ്യ യൂറോപ്യനായ വാസ്കോഡ ഗാമ കാപ്പാട് കടൽ തീരത്ത് കപ്പലിറങ്ങിയതോടെ കോഴിക്കോട് ലോക ചരിത്രത്തിൽ ഇടം നേടി. രേവതി പട്ടത്താനം എന്ന വിദ്വൽ സദസ്സ് നടന്നിരുന്നത് ഈ ജില്ലയിലെ തളി ക്ഷേത്രത്തിൽ വെച്ചാണ്. കീർത്തികേട്ട ലോകനാർക്കാവ് സ്ഥിതി ചെയ്യുന്ന വടകര, പഴയകാലത്ത് പ്രസിദ്ധി നേടിയ തുറമുഖ നഗരം കൊയിലാണ്ടി, ടിപ്പു സുൽത്താൻ പട്ടണം എന്നു പേര് നൽകിയിരുന്ന ബേപ്പൂർ, ദേശാടന പക്ഷികളുടെ ഇഷ്ടസങ്കേതവും കണ്ടൽ കാടുകളാൽ സമൃദ്ധവുമായ ചരിത്ര പ്രാധാന്യമുള്ള കടലുണ്ടി, കല്ലായിപ്പുഴയുടെ സാന്നിധ്യത്താൽ മഹനീയമായ ഫറോക്ക്, പുരാതന കാലം മുതൽക്കു തന്നെ തടി വ്യാപാരത്തിന് ലോകപ്രസിദ്ധി നേടിയ കല്ലായി, ധാരാളം മുസ്ലിം ദേവാലയങ്ങളുള്ളതും രണ്ടാം പൊന്നാനി എന്നു വിശേഷണവുമുള്ള നാദാപുരം, ഇവയെല്ലാം കോഴിക്കോടിൻ്റേത് മാത്രമായ സവിശേഷതകളാണ്. പയ്യോളി എക്സ്പ്രസ് എന്ന് വിശേഷണമുള്ള PT ഉഷയുടെയും ബേപ്പൂർ സുൽത്താൻ എന്ന് വിശേഷണമുള്ള വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയും ജന്മദേശം കോഴിക്കോട് ജില്ലയാണ്. കൂടാതെ തുഷാരഗിരി, പെരുവണ്ണാമൂഴി, മാനഞ്ചിറ സ്ക്വയർ, കോഴിക്കോട് ബീച്ച്, മിഠായി തെരുവ്, വാനനിരീക്ഷണ കേന്ദ്രം, കക്കയം ഡാം എന്നിങ്ങനെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കോഴിക്കോട് ജില്ലയിലുണ്ട്.